കുറവലങ്ങാട് കാളികാവിന് സമീപം നിർമ്മാണം പൂർത്തിയാകാത്ത വീടിനുള്ളിൽ ഗുരുതര പരിക്കുകളോടെ കണ്ടെത്തിയ വിദ്യാർത്ഥി മരണമടഞ്ഞു. അതിരമ്പുഴ സ്വദേശി മുഹമ്മദ് യാസിൻ എന്ന 19-കാരനാണ് മരണമടഞ്ഞത്. സംഭവത്തിലെ ദുരൂഹതയെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു. വൈക്കത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മുഹമ്മദ് യാസിൻ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് മരണമടഞ്ഞത്. കുറവലങ്ങാട് കാളികാവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിനുള്ളിൽ കഴുത്തിനും തോളലിനും ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ വെള്ളിയാഴ്ച രാത്രിയാണ് യാസിനെ കണ്ടെത്തിയത്. മുകളിൽ നിന്നും തലകുത്തി വീണതിനെ തുടർന്നുള്ള പരിക്കാണെന്നാണ് നിഗമനം. എന്നാൽ കുറവലങ്ങാട് ഭാഗത്ത് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ലാത്ത യാസിൻ ഇവിടെ എന്തിനെത്തി എന്ന കാര്യത്തിൽ ദുരൂഹത നിലനിൽക്കുകയാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം 6:45 വരെ മുഹമ്മദ് യാസിൻ അതിരമ്പുഴയിലുണ്ടായിരുന്നതായി ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. MC റോഡിൽ നിന്ന് ഉള്ളിലേക്ക് കയറിയാണ് അപകടം നടന്ന കെട്ടിടം. വൈകിട്ട് 7:15 യാസിൻ MC റോഡരികിലെ കടയ്ക്ക് സമീപം സ്കൂട്ടർ വെച്ച ശേഷം ഇടറോഡിലൂടെ ഫോൺ ചെയ്ത് നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന്റെ ഉള്ളിൽ നിന്ന് ശബ്ദം കേട്ട് ഉടമയുടെ സഹോദരപുത്രനെത്തി നോക്കിയപ്പോഴാണ് യാസിനെ കണ്ടത്. തുടർന്ന് നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി 7:50 ആംബുലൻസിൽ യാസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പരിക്കുകളോടെ യാസിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി പോലീസാണ് യാസിന്റെ വീട്ടുകാരെ വിളിച്ചറിയിക്കുന്നത്. ബന്ധുക്കൾ പിന്നീട് യാസിനെ വൈക്കത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് മരണം സംഭവിച്ചത്. സംഭവത്തിലെ ദുരൂഹത നീക്കണമെന്ന് ബന്ധുക്കളും നാട്ടുകാരും ആവശ്യപ്പെട്ടു. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.